ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സ്നാക്കിന് നമ്മളിന്ന് തയ്യാറാക്കുന്നത് വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ വെജിറ്റബിൾ കട്ട്ലറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന്. കട്ട്ലറ്റ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് വേണ്ടത് പൊട്ടറ്റോ അഥവാ കിഴങ്ങാണ്. ഇവിടെ ഞാൻ 3 കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട്. 2 പിടി ഗ്രീൻ പീസ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 10-15 ബീൻസ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി കട്ട്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. പിന്നെ കട്ട്ലേറ്റിനൊരു കോട്ടിങ്ങിനായിട്ട് ഞാനിവിടെ മൈദയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മൈദ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയും ചേർക്കാം. മുട്ടയുടെ വെള്ള താല്പര്യമുള്ളവർക്ക് അത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിനാവശ്യമായ പൊടികൾ: 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ ആവശ്യമുള്ളൂ. എരിവിന് നമ്മളിന്നിവിടെ ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടിയും പച്ചമുളക് അരിഞ്ഞതുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന്. ആദ്യമായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പാം ഓയിലാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ കൂടുതൽ എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതലുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇപ്പോൾ സവാള ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരണം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, 2 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് ബീൻസ്, ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി കിഴങ്ങ് ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുമെന്ന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഈ ക്യാരറ്റും ബീൻസും ചെറുതായി അരിഞ്ഞ് കുക്കറിലൊന്ന് വേവിച്ചെടുത്താലും മതി, ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്താലും മതി. ഇത് വേകുന്നതിനാവശ്യമായി 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് കൂടി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളെ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയുടെ ആവശ്യമില്ല. കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും എരിവാണ് നമ്മുടെ കട്ട്ലേറ്റിന് ആവശ്യമുള്ളൂ. പിന്നെ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ എമൗണ്ടിൽ കുരുമുളക് പൊടിയും കൂടുതൽ പച്ചമുളകും ചേർത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പുഴുങ്ങി ഉടച്ചു വെച്ച കിഴങ്ങ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് നോക്കാം. കാരണം നമ്മൾ കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മിക്സിൻ്റെ ഉപ്പ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഈ ഇളക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാനിവിടെ ഉരുളകളാക്കിയതിന് ശേഷം പ്രസ് ചെയ്തിട്ടുള്ള റൗണ്ടായിട്ടുള്ള കട്ട്ലേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കയ്യിൽ വെച്ച് ഉരുട്ടുന്ന സമയത്ത് കുറച്ചൊരു ഓവൽ ഷേപ്പിലാക്കിയിട്ട്
പരത്തിയെടുത്താൽ അത് ഓവൽ ഷേപ്പിലുള്ള കട്ട്ലേറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ റൗണ്ടായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ദേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് എല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ പാനിലേക്ക് പാം ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മൈദ കലക്കി ഇതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തെടുത്ത ഷേപ്പ് ചെയ്തെടുത്ത കട്ട്ലേറ്റ് ആദ്യമൊന്ന് മാവിൽ മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 കൈ കൊണ്ടും ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു കൈയിൽ മാവ് പറ്റിയിട്ട് അടുത്ത കൈ കൊണ്ട് ബ്രെഡ് ക്രംസിലിട്ട് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ കൈയിലേക്ക് അധികമായിട്ട് ഈ ബ്രെഡ് ക്രംസ് ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ ഞാനിവിടെ 8 കട്ട്ലേറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വശം ബ്രൗൺ നിറമാകുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ 2 വശവും ബ്രൗൺ നിറമാകുന്നത് വരെ മറിച്ചെടുത്ത് നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ കട്ട്ലേറ്റും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്